നമ്മുടെ ഓഫ് റോഡ് KSRTCയുടെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്ത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിനാക്കുന്നുണ്ട്. കുറച്ച് അക്സസറീസുകൾ ബാക്കിയുണ്ട്, കുറേ സാധനങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. നമുക്ക് പെയിന്റ് ചെയ്യണം, കാരണം ഇന്ന് നൈറ്റ് നമ്മൾ പോവാണ്, നാളെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ റൈഡ് പോകുന്നത്. അത് വാഗമണിലാണ്. ഒരു പക്ക ഓഫ് റോഡ് വീഡിയോ ആയിരിക്കും, അത് നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ റോൾ ഗേജ് ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ ബാക്കിലെ റോൾ ഗേജ് വരുന്നത്. ഇത് നമ്മൾ പഴയതല്ല, പുതിയ ഹാങ്കർ തന്നെയാണ്. അപ്പോൾ ഹാങ്കർ കട്ട് ചെയ്തെടുത്ത് അത്യാവശ്യം ഇവിടെയൊക്കെ സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുവാണ്. നമുക്ക് ബോഡി തൽക്കാലത്തേക്ക് ഇങ്ങനെ എടുക്കാം. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. അതുപോലെ ഇത് ഇത്രയും ഞാനിങ്ങനെ ബിൽഡ് ചെയ്യുന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 കമ്പി ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ഹോളും ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് കയറ്റിയിടുവാണ്. ഉണ്ടല്ലോ, അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലൂ ഒഴിച്ച് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ 2 ഹോളുണ്ട്, അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കമ്പി ഞാൻ കയറ്റിയിടുവാണ് കേട്ടോ. നമ്മളിതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻറ്റ്സ് വന്നായിരുന്നു കേട്ടോ. കറക്റ്റ് കാര്യങ്ങളാണ്. കാരണം ഒരു കമൻറ്റ് ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് പോലെ ഉണ്ടെന്നാണ്. സത്യമാണ്. കാരണം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മളിതിൽ പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റും എടുത്തിട്ടില്ല. എല്ലാം നമ്മൾ വണ്ടിയിൽ വെച്ച് അളന്ന് അങ്ങോട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് മാക്സിമം റിയലിസ്റ്റിക് ആക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതുമല്ല, ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ എന്താണല്ലോ ഈ വണ്ടീനെ അപ്ഗ്രേഡ് ചെയ്യും, നമ്മൾ മുകളിലുള്ള ലൈറ്റ്സും അതുപോലെ റൂഫ് റാക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം എല്ലാം നല്ല ഐഡിയാസാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഈ ബസ്സിൽ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ വീഡിയോസിന് വേണ്ടിയുള്ള ഐഡിയാസ് ആണെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുവാണ്. അതിന് ജസ്റ്റ് ഈ ഹോളിലേക്ക് നമ്മുടെ ഗ്ലൂ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഓഫ് റോഡിനിടയ്ക്ക് നമ്മൾ ഈ ഒട്ടിച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഇളകി പോകുന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്താണല്ലോ അത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ വണ്ടി മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് വണ്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു 10-12 വണ്ടികൾ ഒരുമിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം റൈഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മുടെ റോൾ ഗേജ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം അല്ല, ഇത്തവണത്തേക്ക് നമ്മൾ ഫൈനലി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ എത്രയൊക്കെ ഫിനിഷിങ്ങിൽ വർക്ക് ചെയ്താലും നമ്മുടെ ഈ ടോപ്പ് ഉണ്ടല്ലോ, ഇതിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള പാടുകൾ വരും കേട്ടോ. ഇതുണ്ടോ, ഇത് നമ്മൾ ടേബിളിൽ വെച്ച് സാൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ വരുന്നതാണ്. അത് ഈ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ അങ്ങ് വരെ ഉണ്ട്, എല്ലാ സൈഡിലും ഉണ്ട്. അത് ശരിക്കും ഫോറക് ഷീറ്റിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് കേട്ടോ. ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഫോറക് ഷീറ്റ് നമ്മൾ ഈ ഒരു മിനിയേച്ചറിന് വേണ്ടി ചെയ്യുന്നുള്ളൂ. ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ സ്കെയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ വർക്ക് ചെയ്യുമ്പോൾ ഇതൊരു ഡിഫക്റ്റാണ്. പക്ഷേ നമുക്കുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KSRTC ആയതുകൊണ്ട് അറിയാലോ, വണ്ടിക്ക് അത്യാവശ്യം അങ്ങനെ ഫിനിഷിംഗ് ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വണ്ടികളൊക്കെ തന്നെ അത്യാവശ്യം പഴയ വണ്ടികളാണ്. അപ്പോൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന മിക്കവാറും വണ്ടികൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലുക്കിൽ വരും. അപ്പോൾ അതും നമുക്ക് പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. എനിക്ക് ഏറ്റവും ടെൻഷനുള്ളതും എനിക്ക് അറിയത്തില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്കിത് ചെയ്യാതെ വേറെ വഴിയില്ല, കാരണം നാളെ നമുക്ക് റൈഡ് പോകുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുവാണ്. നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ റിയൽ KSRTCയുടെ അതേ ഒരു ടോൺ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യണമെന്ന് നമുക്ക് ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം കുറച്ച് PVC കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു കോട്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് പേപ്പർ അടിക്കും. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന പെയിൻറ്റുകളെല്ലാം ഹൈ ക്വാളിറ്റി ഓട്ടോമോട്ടീവ് പെയിൻ്റ് ആണ് കേട്ടോ. എല്ലാം 50 മില്ലി വെച്ചിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഹാർഡനറും എടുത്തിട്ടുണ്ട് പെയിൻറ്റിന് വേണ്ടി. പെയിൻ്റൊക്കെ അത്യാവശ്യം ചേട്ടന്മാർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ KSRTCയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ചേട്ടാ താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല പൊടിയുണ്ട് കേട്ടോ. ശരിക്കും റിയൽ പെയിൻറ്റിങ്ങിന് പൊടി ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ്. കാരണം നമ്മുടെ പെയിൻറ്റിങ്ങിനെ അത് ശരിക്കും അഫക്റ്റ് ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഇച്ചിരി റഫായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് വേറെ സീനൊന്നുമില്ല. അതുപോലെ തന്നെ തിന്നറും കൂടെ ഒഴിക്കുന്നു. ഇത് നമ്മൾ റീചാർജബിൾ മറ്റേ സ്പ്രേ ഗൺ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ അതിന് കുറച്ച് സമയം ചാർജ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ വേറൊരു കംപ്രസർ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. മാസ്ക് വെക്കാൻ വിട്ടുപോയി കേട്ടോ. പെയിൻറ്റിൻ്റെ സ്മെല്ല് വന്നപ്പോഴാണ് നമ്മൾ മാസ്കിൻ്റെ കാര്യം ആലോചിക്കുന്നത്. അങ്ങനെ പ്രൈമർ അടിച്ചത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ലിനും ബമ്പറിനും ഒക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ റെഡാണ്. അപ്പോൾ താഴത്തെ ഈ ഒരു പോർഷനിൽ റെഡ് വരുന്നുള്ളൂ, മുകളിലേക്ക് ഫുൾ യെല്ലോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മൊത്തമായിട്ട് അങ്ങോട്ട് റെഡ് അടിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ മാസ്ക് ചെയ്തിട്ടായിരിക്കും മുകളിൽ യെല്ലോ അടിക്കുന്നത്. കളറൊക്കെ ചേട്ടന്മാർ നല്ല പക്കയായിട്ട് സീൽ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത്തരത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. നമ്മൾ 50 മില്ലിയെ മേടിച്ചിട്ടുള്ളൂ. കയ്യിലൊക്കെ ഫുള്ള് പെയിൻ്റ് ആണ് കേട്ടോ. അവസാനം നമുക്ക് തിന്നർ വെച്ച് ഫുള്ള് കഴുകി കളയേണ്ടി വരും. അപ്പോൾ പെയിൻറ്റിനകത്തേക്ക് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റെഡ് കളറും
അതുപോലെ തന്നെ തിന്നറും ഹാർഡനറും മിക്സ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് ശരിക്കും പറഞ്ഞാൽ റെഡ് ഡയറക്റ്റ് അടിച്ചാൽ പോരാ, അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കുറച്ചൊന്ന് റഫ് ലുക്കാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ നമ്മുടെ വണ്ടിയുടെ മെയിൻ കളർ നമ്മൾ അടിച്ചിട്ടുണ്ട്. മുകളിലേക്ക് അടിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കളറാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ഡിസൈനും വരുന്നുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ഐഡിയ ഇല്ല. നമുക്ക് ഇന്ന് രാത്രി പോകണം. അതുകൊണ്ട് എന്താണെങ്കിലും ഇത് ഉണങ്ങാനൊന്നും നമ്മൾ അധികം സമയം കൊടുത്തിട്ടില്ല. ഉണങ്ങാതെ മാസ്കിൻ്റെ പിടിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളെന്താണല്ലോ അതങ്ങ് ചെയ്യുവാണ്. ഇവിടെ മാസ്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് യെല്ലോ കളറും കൂടെ അടിക്കാവേ. അപ്പോൾ ഇനിയിപ്പോൾ മാസ്കിൻ്റെ ഇപ്പോൾ വെച്ചിട്ട് നമ്മളങ്ങ് മാസ്ക് ചെയ്യാൻ പോവാണ്. പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് ചെയ്യുവാണ് കേട്ടോ. ഏകദേശം നമ്മൾ റഫായിട്ടൊന്ന് മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. പെയിന്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും ദൈവത്തിന് അറിയാം. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ പെയിന്റ് ചെയ്യണം. യെല്ലോ പെയിന്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ശരിക്കും ഈ വർക്ക് നമ്മൾ നല്ല ധൃതി വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഇംപെർഫെക്ഷൻസും കാണാൻ സാധ്യതയുണ്ടെന്നല്ല ഉറപ്പായിട്ടും കാണും. പതുക്കെ ഇരുന്ന് ഇതിനെ മോഡിഫൈ ചെയ്ത് കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡ് ലുക്കിലേക്ക് വരുള്ളൂ. ഇതാണ് നമ്മുടെ പെയിന്റ്. ഇനിയിപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ ഇപ്പോൾ നമ്മൾ അഴിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടില്ല. പക്ഷേ നമുക്കിത് അഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പണിയും കൂടി ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ എന്താകുമെന്നുള്ളത് ഇപ്പോൾ അറിയാം. ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ല. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ സൈഡ് നമ്മുടെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ. ചെറുതായിട്ട് സ്പ്രെഡായിട്ടുണ്ട്. ഗ്രില്ല് എന്താണല്ലോ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ബോഡിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ കുറച്ച്. നമ്മുടെ KSRTC നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം ഇതുപോലുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയായിട്ടുള്ള ഒരു പക്ക ഓഫ് റോഡിങ്, ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ക്രോളിങ് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണേ.